ബ്ലൂംബർഗ് ലോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പുതുക്കിയ EB-5 നിക്ഷേപക വിസ പ്രോഗ്രാമിന്റെ ഫീസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് ഔദ്യോഗികമായി പുറത്തിറക്കുന്നതിന് മുൻപുള്ള അവസാന ഘട്ടമാണ്. ബ്ലൂംബർഗ് ലോയിലെ ഇമിഗ്രേഷൻ ആൻഡ് ലേബർ റിപ്പോർട്ടറായ ആൻഡ്രൂ ക്രെഗ്ബാം ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെക് മേഖലയിലെ വിദേശ തൊഴിലാളികൾ, സീസണൽ തൊഴിലാളികൾ, ഡ്രീമേഴ്സിനുള്ള നിയമപരമായ സംരക്ഷണം എന്നിവയെല്ലാം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. EB-5 നിക്ഷേപക വിസയുടെ ഫീസ് സംബന്ധിച്ച നിയമം വൈറ്റ് ഹൗസിന്റെ പരിശോധനയും കടന്നു പോയെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. EB-5 ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം വഴി അമേരിക്കൻ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ വിദേശ നിക്ഷേപകർ ഫോം I-526 ഉപയോഗിക്കണം. നിലവിൽ ഫോം I-526 ഫയൽ ചെയ്യാനുള്ള ഫീസ് $11,160 ആണ്. കൂടാതെ ഒരു EB-5 നിക്ഷേപക വിസയുടെ മൊത്തം ചെലവ് $21,130 മുതൽ $22,225 വരെയാണ്. ഇത് അപേക്ഷ സമർപ്പിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് മാറും. EB-5 വിസ പ്രോഗ്രാം അമേരിക്കൻ ഗ്രീൻ കാർഡ് നേടാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗമായാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് നാച്ചുറലൈസേഷൻ പ്രക്രിയയിലൂടെ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് അമേരിക്കൻ പൗരത്വം നേടാനും സാധിക്കും. ഗ്രീൻ കാർഡ് ഉടമകൾ അമേരിക്കയിലെ നിയമപരമായ സ്ഥിരതാമസക്കാരാണ്. അവർക്ക് അമേരിക്കയിൽ നിയമപരമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുവാദമുണ്ട്. EB-5 വിസ ലഭിക്കാൻ വിദേശികൾ ടാർഗറ്റഡ് എംപ്ലോയ്മെന്റ് ഏരിയയിൽ ആണെങ്കിൽ $8 ലക്ഷം നിക്ഷേപിക്കണം. മറ്റ് പ്രദേശങ്ങളിലാണെങ്കിൽ $10,50,000 നിക്ഷേപിക്കണം. കൂടാതെ അമേരിക്കൻ തൊഴിലാളികൾക്കായി കുറഞ്ഞത് 10 മുഴുവൻ സമയ ജോലികൾ സൃഷ്ടിക്കുകയോ നിലനിർത്തുകയോ ചെയ്യണം. അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സംരംഭങ്ങളിൽ നിക്ഷേപിച്ച് ഗ്രീൻ കാർഡ് നേടാൻ EB-5 പ്രോഗ്രാം കുടിയേറ്റക്കാർക്ക് ഒരു വഴി നൽകുന്നുണ്ട്. ഈ പ്രോഗ്രാം വഴി നിക്ഷേപിക്കുന്ന മിക്ക ഫണ്ടുകളും റീജിയണൽ സെന്റേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് നിരവധി വിസ അപേക്ഷകർക്ക് അവരുടെ ഫണ്ടുകൾ ഒരുമിച്ച് ചേർക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. EB-5 ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ വിസയ്ക്കായി ഫോം I-526 ആണ് ഫയൽ ചെയ്യേണ്ടത്. എന്നാൽ USCIS അംഗീകരിച്ച ഒരു റീജിയണൽ സെന്ററിൽ നിക്ഷേപിച്ച് EB-5 പ്രോഗ്രാം വഴി അമേരിക്കൻ ഗ്രീൻ കാർഡ് നേടാൻ ആഗ്രഹിക്കുന്ന വിദേശ നിക്ഷേപകർക്കുള്ള രേഖയാണ് ഫോം I-526E. ഇതിനെ ഇമിഗ്രന്റ് പെറ്റീഷൻ ബൈ എ റീജിയണൽ സെന്റർ ഇൻവെസ്റ്റർ എന്നും പറയുന്നു. EB-5 വിസ അപേക്ഷാ പ്രക്രിയയിൽ I-526 പെറ്റീഷൻ അമേരിക്കയിൽ 2 വർഷത്തെ താൽക്കാലിക താമസാനുമതിയാണ് നൽകുന്നത്. EB-5 വിസ ഉടമയും സ്ഥിരതാമസക്കാരനുമാകാൻ താൽക്കാലിക താമസാനുമതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു I-829 പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഇതിന് 22 മുതൽ 45 മാസം വരെ സമയമെടുക്കും. EB-5 പ്രോഗ്രാം കൺകറന്റ് ഫില്ലിംഗ് അനുവദിക്കുന്നുണ്ട്. ഇത് അപേക്ഷകരെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസിനായി അപേക്ഷിക്കാനും ജോലി ചെയ്യാനുള്ള അനുമതി നേടാനും അമേരിക്കയിൽ തുടരാനും സഹായിക്കുന്നുണ്ട്. ഈ വിസ 12 മാസത്തിന് ശേഷം ഗ്രീൻ കാർഡ് അപേക്ഷാ പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് പ്രക്രിയ താൽക്കാലിക വിസയിൽ നിലവിൽ അമേരിക്കയിലുള്ള വ്യക്തികൾക്ക് വളരെ പ്രയോജനകരമാണ്. ഇത് അവരെ രാജ്യം വിടാതെ തന്നെ സ്ഥിരതാമസത്തിലേക്ക് മാറാൻ സഹായിക്കും. EB-5 വിസ പ്രോഗ്രാമിന് 2027 സെപ്റ്റംബർ 30 വരെ അംഗീകാരമുണ്ട്. നിലവിലെ നിയമപ്രകാരം നിക്ഷേപകർക്ക് സംരക്ഷണം ലഭിക്കും. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇത് നിർത്തലാക്കാൻ കഴിയില്ല. വിദേശ നിക്ഷേപകർ വഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും മൂലധനം നിക്ഷേപിച്ചും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ 1990-ലാണ് കോൺഗ്രസ് EB-5 പ്രോഗ്രാം ആരംഭിച്ചത്. 1992-ൽ കോൺഗ്രസ് ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം ആരംഭിച്ചു. ഇത് റീജിയണൽ സെന്റർ പ്രോഗ്രാം എന്നും അറിയപ്പെടുന്നുണ്ട്. സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ USCIS അംഗീകരിച്ച റീജിയണൽ സെന്റേഴ്സുമായി ബന്ധപ്പെട്ട വാണിജ്യ സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കായി EB-5 വിസകൾ മാറ്റിവെക്കുന്നത് ഈ പ്രോഗ്രാമാണ്. 2022-ൽ ഏറ്റവും ഒടുവിൽ അംഗീകാരം ലഭിച്ചതിന് ശേഷം EB-5 പ്രോഗ്രാം വഴി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ $4 ബില്യൺ നിക്ഷേപം വന്നിട്ടുണ്ട്.